പേഷ്യൻ്റ് എനിക്ക് ഓർമ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതായാലും സ്പ്രെഡായ ഡിസീസാണ്, സ്റ്റേജ് 4 ആണ്. പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വേറെ ഡോക്ടറിൻ്റെ കൂടിയാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റാണ് വരുന്നുണ്ടായിരുന്നത്. എന്തായാലും സ്റ്റേജ് 4 ആയ കാരണം ഓവർ ടൈം അത് കൂടും. പേഷ്യൻ്റ് മരിക്കുന്നുള്ളത് പേഷ്യൻ്റിനും അറിയാം, ഫാമിലിക്ക് അറിയാം, എല്ലാ ഡോക്ടർമാർക്കും അറിയാം. പക്ഷേ പേഷ്യൻ്റ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ നടന്നാണ് വന്നത്. പിന്നെ കുറേ മാസങ്ങൾ, ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ വീൽ ചെയറിൽ വന്ന്, പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ ട്രോളിയിൽ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഓരോ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, പേഷ്യൻ്റെ സിംറ്റംസും ഇതൊക്കെ മാറി കൊടുക്കും, പോവും അങ്ങനെ. പക്ഷേ ഈച്ച് ടൈം പേഷ്യൻ്റ് വരുമ്പോഴും ഭയങ്കര ഹാപ്പിയായിരുന്നു. ദാറ്റ് ഈസ്, അപ്പോൾ ഞാൻ ചോദിച്ചാൽ ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ ഈ ട്രോളിയിൽ വന്നിട്ടും എൻ്റെ എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ട്, ഞാൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, ഐ എം ഹാപ്പി. പിന്നെ എനിക്ക് എന്തായാലും മരിക്കേണ്ട ഒരു ദിവസം, അതേ മരിക്കാൻ പോവാം, അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയാം. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് എന്ത് സിറ്റുവേഷൻ, ആൻഡ് ഓരോ പ്രാവശ്യം വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് അതെല്ലാം ആളും ഞാൻ പറഞ്ഞത് സൈഡ് എഫക്റ്റ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആലോചിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അത് കാരണം 4ാം സ്റ്റേജ് ഡിസീസ് 6 മാസം പോയി എന്ന് പറഞ്ഞ ടീം 3-3.5 വർഷമാണ്ട് ഒരു കുഴപ്പമില്ലാതെ പോയി. പേഷ്യൻ്റ് ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു എന്താ പറയുക ആക്സെപ്റ്റൻസ് ഓരോ ലെവലിലും ആൻഡ് ആ ഗ്രേറ്റ്ഫുൾനെസ്, എന്തൊക്കെയാണെങ്കിലും ഡോക്ടർ ഐ എം ഹാപ്പി, അങ്ങനെ കുറച്ച് പേഷ്യൻസ് ഉള്ളൂ. ഒരു എല്ലാവരും പേടിച്ച് വിഷമിച്ച് ക്യൂർ ആയാലും വർഷങ്ങളോളം എന്താ പറയുക ജീവിച്ചും തോന്നുന്നില്ലേ ഡോക്ടറെ, അസുഖം വന്നില്ലെങ്കിലും എന്നുള്ള പോലത്തെ കുറേ പേഷ്യൻസ് ഉണ്ട്. ബട്ട് ആ പേഷ്യൻ്റ് ഞാൻ മറക്കില്ല, ബിക്കോസ് ഹി വാസ് സോ, ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് ആ പേഷ്യൻ്റാണ് കാണിച്ചു തന്നത്.